നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനി ക്രിയേഷനെ കുറിച്ചിട്ടാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സ്ക്രീനാണിത്. ഇതിനകത്ത് എഡ്യൂക്കേഷൻ മോഡും ഉണ്ട്, അതുപോലെ തന്നെ ലൈസൻസ് യൂസ് ചെയ്തിട്ടുള്ള മോഡും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മോഡാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടാലിയുടെ ഇൻ്റർഫേസ്. ഇതിനകത്ത് നമുക്ക് കറണ്ട് പീരീഡ് കാണാം, അതുപോലെ കറണ്ട് ഡേറ്റ് കാണാം. ഇത് വേണമെങ്കിൽ ഡേറ്റസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്താണ് കമ്പനിയുടെ നെയിം, ഏത് കമ്പനിയാണോ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് നമുക്ക് മാസ്റ്റേഴ്സും ട്രാൻസാക്ഷൻസും റിപ്പോർട്ട്സ് ഒക്കെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ മേലത്തെ ആ ഒരു ബാറിനകത്ത് കമ്പനി ഓപ്ഷൻ ഉണ്ട്, ഡാറ്റ, എക്സ്ചേഞ്ച്, ഗോ ടു, ഇമ്പോർട്ട്, എക്സ്പോർട്ട് പോലത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സൈഡിനകത്ത് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് രണ്ട് വഴികളിലൂടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് വന്നിട്ട് F3 ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് കമ്പനി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോമിലോട്ടാണ് പോകുന്നത്. ഇതാണ് കമ്പനി ക്രിയേഷൻ പേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ ഓൾട്ട് K പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് കാണാം. ഇതിനകത്ത് നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ നമ്മൾ പോകുന്നത് നേരത്തെ കണ്ട അതേ കമ്പനി ക്രിയേഷൻ പേജിനകത്താണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയിലൂടെയും കമ്പനി ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ വേറെ കണ്ട F3 കമ്പനി പറഞ്ഞ ഓപ്ഷനിലൂടെയും കമ്പനി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേജിനകത്ത് കമ്പനീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ കമ്പനി ഡാറ്റ പാത്ത് ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്ത് വേണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സ്പെസിഫൈ പാത്ത്, നമുക്ക് പാത്ത് ഓൾറെഡി അറിയെങ്കിൽ അതിവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈവിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പാത്തൊന്നും കൊടുക്കുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് കമ്പനി നെയിമാണ്. അത് നമ്മുടെ കമ്പനി ഏതാണോ ആ ഇതിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നൂറിന് ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിലിംഗ് നെയിം വന്നിട്ട് നമ്മുടെ കമ്പനി നെയിമായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നെക്സ്റ്റ് അഡ്രസ്സ്, നൂറിന് പാലക്കാട് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിൻകോഡ് എത്രയാണെങ്കിൽ അതവിടെ കൊടുക്കാം. ഇതുപോലെ നമുക്ക് ടെലിഫോൺ നമ്പർ, മൊബൈൽ, ഫാക്സ്, ഇമെയിൽ, വെബ്സൈറ്റ് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് ഏത് മുതൽ ഏത് വരെയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നോർമലി ഏപ്രിൽ ടു മാർച്ചാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം പറയുന്നത് 1 April 2024 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ബുക്സ് ബിഗിനിങ് ഫ്രം ആണ്. ബുക്സ് ബിഗിനിങ് ഫ്രം പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഏപ്രിൽ ടു മാർച്ച് വരെ ആണെങ്കിലും നമ്മൾ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നത് ചിലപ്പോൾ ആ ഏപ്രിലായിരിക്കില്ല, ചിലപ്പോൾ മെയ്യിലൊക്കെ ആവാം. അപ്പോൾ ആ ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് മാറ്റുന്നില്ല, 1 April 2024 തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ബേസ് കറൻസി എന്താണ്. നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ റുപ്പീസ് തന്നെയാണ് യൂസ് ചെയ്യുക, അതുകൊണ്ട് അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് റുപ്പീസിൻ്റെ സിമ്പിളാണ് വരുന്നത്. താഴെ കാണുന്നത് റുപ്പീസിൻ്റെ ഫോർമൽ നെയിമാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരും, ആക്സെപ്റ്റ് യെസ് ഓർ നോ, അതായത് സേവ് ചെയ്യണോ വേണ്ടെന്ന് ചോദിക്കുന്നത്. ആക്സെപ്റ്റ് യെസ് കൊടുത്താൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ആവും. അപ്പോൾ ഞാൻ യെസ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് Ctrl+A കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ യെസ് കൊടുക്കുന്നുണ്ട്. കമ്പനി പേജ് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ഇതുപോലത്തെ ഒരു പേജിനകത്താണ്. ഇതിന് നമ്മൾ കമ്പനി ഫീച്ചർ പേജ് എന്ന് പറയാം.
അപ്പോൾ ഈ കമ്പനി ഫീച്ചേഴ്സ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് F11 പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അക്കൗണ്ടിങ്, ഇൻവെൻട്രി, ടാക്സ് സെക്ഷൻ. നമ്മുടെ ബിസിനസ്സിനകത്ത് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എസ് ആക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഇൻവെൻട്രി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇൻവെൻട്രി എസ് ആക്കാം. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എനേബിൾ GST എസ് ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അക്കൗണ്ടിങ് മാത്രം എസ് ആയി കൊടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നോ ആക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാണണമെങ്കിൽ ഷോ മോർ ഫീച്ചേഴ്സിനകത്ത് നോന് മാറ്റി എസ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാണാം. ഇതുകൂടാതെ ഇനിയും ഫീച്ചേഴ്സ് കാണണമെങ്കിൽ ഈ ഷോ ഓൾ ഫീച്ചേഴ്സിൻ്റെ അവിടെ എസ് ആക്കി കൊടുക്കാം. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. വീണ്ടും ഞാൻ നോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സേ കാണുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് എസ് ആക്കുന്നുണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നോ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെൻട്രി യൂസ് ചെയ്യണമെങ്കിൽ ഇൻവെൻട്രി എസ് ആക്കാം, ടാക്സ് യൂസ് ചെയ്യണമെങ്കിൽ ടാക്സ് എസ് ആക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം, അല്ലെങ്കിൽ Ctrl+A പ്രസ് ചെയ്താലും മതി. ഞാനിവിടെ എൻ്റർ അടിച്ച് പോകുന്നുണ്ട്. എൻ്റർ അടിക്കുമ്പോൾ ആക്സെപ്റ്റ് ചോദിക്കും, അപ്പോൾ അവിടെ എസ് കൊടുക്കാം. എസ് കൊടുത്തു തന്നെ നമ്മുടെ കമ്പനി ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ കമ്പനീൻ്റെ ഫീച്ചേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കമ്പനിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓൾട്ടർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ഓൾട്രേഷനാണോ ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് വന്നിട്ട് 1 April 2024 കൊടുക്കുന്നുണ്ട്. അതുപോലെ ബുക്സ് ബിഗിനിങ് ഫ്രമും അത് തന്നെ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ നൂറിന് ഇൻഫോടെക് പറഞ്ഞ കമ്പനിയിലത്തെ ഫിനാൻഷ്യൽ ഇയർ മാറിയിട്ടുണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ 23 ആയിരുന്നു, ഇപ്പോൾ 24 ആയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് ആണ്. ചേഞ്ച് ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നൂറിന് ഇൻഫോടെക് പറഞ്ഞ കമ്പനി നമുക്ക് മാറ്റിയിട്ട് വേറൊരു കമ്പനിയിലോട്ട് ചേഞ്ച് ആവാനാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ചേഞ്ച് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരൊറ്റ കമ്പനിയെ കാണുന്നുള്ളൂ, നൂറിന് ഇൻഫോടെക് മാത്രം. ഇപ്പോൾ കൂടുതൽ കമ്പനീസ് കാണണമെങ്കിൽ നമുക്ക് സെലക്ട് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊന്നില്ലെങ്കിൽ ഇവിടുന്ന് സെലക്ട് കമ്പനി എടുക്കാം, അല്ലെങ്കിൽ കമ്പനീസിൽ പോയിട്ട് സെലക്ട് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ കമ്പനീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ കമ്പനീസൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജയ ഇലക്ട്രോണിക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 കമ്പനീസാണ് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ജയ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയിലോട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്ന ട്രാൻസാക്ഷനൊക്കെ പോകുന്നത്. ഞാനിവിടെ കമ്പനി മാറ്റുകയാണ്, അതിന് മറ്റ് ചേഞ്ച് കൊടുക്കുന്നുണ്ട്. ജയ ഇലക്ട്രോണിക്സ് മാറ്റിയിട്ട് നൂറിന് ഇൻഫോടെക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായി, നൂറിന് ഇൻഫോടെക് പറഞ്ഞ കമ്പനീസിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന ട്രാൻസാക്ഷനൊക്കെ എൻ്റർ ആവുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് ചേഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെലക്ട് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഏതൊക്കെ കമ്പനീസ് ഉണ്ടോ ആ കമ്പനീസിനൊക്കെ സെലക്ട് ചെയ്യാനാണ് സെലക്ട് യൂസ് ചെയ്യുന്നത്. സെലക്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3 കമ്പനീസിനകത്തുണ്ട്. നമ്മൾ നൂറിന് ഇൻഫോടെക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷട്ട് പറഞ്ഞ ഓപ്ഷനാണ്. ഷട്ട് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കമ്പനി ക്ലോസ് ആവുന്നതായിരിക്കും. ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നൂറിന് ഇൻഫോടെക്കും ജയ ഇലക്ട്രോണിക്സ് ആണ് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ജയ ഇലക്ട്രോണിക്സ് ഷട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നൂറിന് ഇൻഫോടെക് മാത്രം കാണുകയുള്ളൂ. ജയ ഇലക്ട്രോണിക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ടായി പോയിണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പനീസ് റിലേറ്റഡ് ആയി വരുന്നത്. അതല്ലെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, അതുപോലെ ചേഞ്ച് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഷട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിലൂടെ പോയാൽ നമുക്ക് അതെല്ലാം കാണാം. ക്രിയേറ്റ് കമ്പനി, ഓൾട്ടർ കമ്പനി, സെലക്ട് കമ്പനി, ഷട്ട് കമ്പനി. അപ്പോൾ ഏത് വഴികളിലൂടെയും നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ സമ്മറിയാണ് ഈ കാണുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.